അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിൽ സ്വാഗതം. ജോസ് മോസിസ് കിച്ചൺ. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്ന ഓണം സദ്യയിലെ അടുത്തൊരു സാധനം. എന്റെ വീട്ടിലൊക്കെ വളരെ ദുർലഭമായിട്ട് ഉണ്ടാക്കുള്ളൂ. ആകൂടി ഉണ്ടാക്കുന്ന ഓണം സദ്യയിൽ മാത്രമാണ് ഞാൻ ഈ ഡിഷ് കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് നല്ല ടേസ്റ്റുള്ള ഡിഷാണ് കേട്ടോ. ഉള്ളിത്തീയൽ, അതാണ് ഞാൻ എന്റെ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഉള്ളിത്തീയൽ മാത്രമല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഉള്ളിത്തീയൽ ഇച്ചിരി ബാക്കി വന്നു, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതലെങ്കിൽ ഈ ഡിഷ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അത് വെച്ച് അതിന്റെ ഉള്ളിലേക്ക് ഞാൻ ഞണ്ട് ഒന്നിട്ട് അതും ഒന്നങ്ങോട്ട് പരട്ടിയെടുക്കും. അതാണ് രണ്ടാമത്തെ ഡിഷ്. അപ്പൊ ഈ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ഡിഷ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നും അതെങ്ങനെ ആ ടേൺ ഓവർ വരണേന്നുള്ളത്. അപ്പൊ മറക്കരുത് ഫുൾ വീഡിയോ കാണാനായിട്ട്. നമ്മുടെ ചെറുള്ളി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചുവന്നുള്ളി കട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് വലുതാണെങ്കിൽ 3 കട്ട് ചെയ്യാം. ഈ ചെറുതൊക്കെ ആണെങ്കിൽ വെറും 2 കട്ട് ചെയ്താൽ മതി കേട്ടോ. തേങ്ങക്കൊത്തേ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയെടുക്കാം കേട്ടോ. ഗ്രീൻ ചില്ലി 2 കീറിയിടാം കേട്ടോ. നമുക്ക് പുളിച്ചിട്ട് വെള്ളം ഒഴിച്ചൊന്ന് ഞെട്ടി പിഴിഞ്ഞ് വെക്കാം കേട്ടോ. ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തേങ്ങ വറക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളി, അതാണ് നല്ലത്. കുറച്ച് തിക്കായിട്ടുള്ള സാധനമാണ് നല്ലത്. അരി നമ്മുടെ നാളേരം വറക്കാനായിട്ട്. അതിന് അത് മീഡിയം ഹീറ്റിൽ കേട്ടോ. ആദ്യം ഇതിലല്ല, ഒരു മീഡിയം ഹീറ്റിലിട്ട് ഓൺ ചെയ്യാം കേട്ടോ. അപ്പൊ പാൻ ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്, ചെറിയ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ ഉണക്കമുളക് ഇടാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തമുള്ള മല്ലി, അതിലേക്കൊരു വളരെ കുറച്ച് ഉലുവ കേട്ടോ, ഒരു 10 പീസ് ഉലുവ അതിന്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രാഗ്രൻസ് നമ്മൾ ഈ നാളേരം വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഇതിന്റെ ചൂട് വളരെ ലോ മീഡിയത്തിന് അതിന്റെ ഇടയിൽ വേണം ഇടാനായിട്ടാ. ഒരിക്കലും ചൂട് പെട്ടെന്ന് ഈ സാധനം കരിഞ്ഞു പോകും. ഒരു തിക്കായിട്ടുള്ള പാനിൽ വേണം ഈ സാധനം കുക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം അതല്ലെങ്കിൽ ഒരു സൈഡ് കരിയും. ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് വളരെ മോശപ്പെട്ട ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളത്. അതെ, നമ്മൾ ഡ്രൈ ആയിട്ടാണ് റോസ്റ്റ് ചെയ്യണേ. ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു പൊട്ടിക്ക് നമ്മുടെ വെളിച്ചെണ്ണ, അധികം വേണ്ട കേട്ടോ, ഒരു വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ മിക്സ് ചെയ്യും. നമുക്കിത് ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. കാരണം അടി പിടിക്കാൻ പാടില്ല. കാരണം എന്നാലാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. ഒരു കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട് കേട്ടോ. നമുക്കേ മഞ്ഞള് ചേർക്കാം കേട്ടോ. അധികം വേണ്ട, പൊടിക്ക് മഞ്ഞള്. വീണ്ടും ഇളക്കി റോസ്റ്റ് ചെയ്യാം കേട്ടോ. നോക്കിയേ, കളർ നോക്കിയേ, ഈ കളറിലാണ് എടുക്കണ്ടേ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയാൻ പോണ, ഇതായി കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ ആ പാത്രത്തിന്റെ ചൂടുകൊണ്ട് അത് വീണ്ടും ഒന്നുകൂടി മാവും ചെയ്യും, അത് കഴിഞ്ഞ ടേസ്റ്റ് വരും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മാറ്റാനായിട്ടാണ്. ഈ പാനിൽ ചെയ്തിട്ടേ ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ
ഇത് അരയ്ക്കാം കേട്ടോ. വറുത്തരച്ച തേങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് അരച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ചേർക്കാണ്ട് അരക്കണ, കാരണം അതിൻ്റെ ഇതിലത്തെ എണ്ണ പുറത്തു വരും. അപ്പൊ അതുകൊണ്ട് വേണം അരച്ചേക്കാം, അപ്പൊ അതിന്റെ കളർ കിട്ടുള്ളൂ. പലരും പറയും വെള്ളം ചേർത്താണ്ട് അതായത് ടേസ്റ്റ് കിട്ടും. അല്ല, ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, ഇങ്ങനെ അരയ്ക്കുമുള്ള വ്യത്യാസവും കളറും എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. സൈഡ് ഒന്ന് ഇതാട്ടോ. ഉള്ളി തീയിൽ ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പൊ അതിന് വേണ്ടി ഒരു ഉള്ളി ഞാൻ മറ്റേ ഹീറ്റിലിടാം. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇവിടെ നാളേരം ഒന്നുകൊണ്ട് വറുത്ത് പോരാട്ടോ. നന്നായിട്ട് ഇളക്കി ഫുൾ ടൈം എൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ കേട്ടോ. ഓക്കെ, കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് നമുക്ക് ആ സെയിം ഉള്ളിലേക്ക് തന്നെ നമുക്ക് മിളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വേഗം വഴറ്റാം. അതിലേക്ക് നമുക്ക് കറിവേപ്പില, നമുക്ക് അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് ഇവിടെ ചുവന്നുള്ളി അങ്ങോട്ട് മൂക്കട്ടെ. അപ്പോഴല്ല ടേസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് പോരുള്ളൂ. ഇതിപ്പോൾ ഈ ഉപ്പ് കളയാത്തതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് ആവുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ. വാടിയാൽ മതി, അധികം അങ്ങോട്ട് പുതിയായിട്ട് വഴക്കണ്ട. നമുക്ക് അതിലേക്ക് ആ നാളികേരം നമ്മൾ വറുത്തെടുത്തില്ലേ അത് അതിലേക്ക് ഇടാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുളിവെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതിൽ ആ പുളി ഇടുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യം വെള്ളം മാത്രമാണെങ്കിൽ നിങ്ങൾ വെള്ളം മാത്രമായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇതൊന്നൊന്ന് വെന്ത് വരട്ടെ. നമുക്കതിലേക്ക് ഞാൻ വറുത്തരച്ച് വെച്ച നാളികേരമുണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ അരച്ച് വെച്ചില്ലേ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഓക്കെ, എൻ്റെ കളറൊന്ന് നോക്കി ഇങ്ങനെയായിരിക്കണം ഉള്ളിത്തീലൊക്കെ. അപ്പോൾ നമ്മൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറും ആ ടെക്സ്ചറൊന്നും കിട്ടില്ല, ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ നോക്കിയാൽ നല്ല ഉള്ളി ആവശ്യത്തിനുണ്ട്, നാളികേരമുണ്ട്. ആ വറുത്ത് അരച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറും എല്ലാം കിട്ടുവായിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടുതലായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഉള്ളിത്തീയൽ അധികം കുറേ ഗ്രേവിയുള്ള സാധനമല്ല കേട്ടോ, ഒരു സെമി ഗ്രേവി നല്ല തിക്കായിട്ടുള്ള വേണം കേട്ടോ, എന്നാലാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് തീരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കണ്ട. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഒന്നുകൂടി ഉപ്പ് ചേർക്കാം. ഒന്നുകൂടി ഇളക്കി ഓക്കെ, നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. അധികം ഗ്രേവി വേണ്ട കേട്ടോ, ഉള്ളിത്തീയലിന് അധികം ഗ്രേവി ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരു അത്യാവശ്യം ഒന്ന് 1 മിനിറ്റ് കൂടി അങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം നല്ല കൂടുതലായി നല്ല തിക്കായിട്ട് വരും. ഓക്കെ, തീയിലപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായി. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് വെള്ളം ഓടണല്ലേ, അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ടേസ്റ്റും ടെക്സ്ചറും നല്ല സ്മെല്ലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഇനി ഡിസപ്പോയിൻ്റ് ആവില്ല ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ.
അപ്പൊ നമ്മുടെ തീയല്ലിക്ക് കടുക് പൊട്ടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുഞ്ഞിക്കാൻ അതിനെ ഓൺ ചെയ്യാം കേട്ടോ. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ അത് കഴിഞ്ഞ് നമുക്ക് കടുകാണ് പൊട്ടിക്കാം കേട്ടോ. അപ്പൊ കടുക് പൊട്ടുണ്ട്, കടുകിന്റെ ഉള്ളി വേപ്പലിടുണ്ട്, മേത്തിക്ക് തെറിക്കാണ്ട് നോക്കാം, ചുവപ്പ മുളക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഓക്കെ, ഇഡലിക്ക് നമുക്ക് അതിന്റെ കാശ് ഒഴിക്കാം കേട്ടോ. ഇതങ്ങോട്ടൊന്ന് നോക്കി, ഇതാണ് നമുക്ക് വേണ്ടേ. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ ഉള്ളിത്തീയല് റെഡി ആയിട്ട് കേട്ടോ. നമുക്ക് അതിനെ ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് ഉള്ളിത്തീയലിന്. അപ്പൊ ഉള്ളിയും മുളക് നമുക്ക് പിന്നെടുക്കാം. നാളേറെ കൊത്തും ടേസ്റ്റ് നോക്കണ്ട. കേടുള്ളിത്തീയലാണ് കേട്ടോ. ആ പുളി ആവശ്യത്തിന് നാളേരം വറുത്തരച്ചതിന്റെ ടേസ്റ്റ് ഒന്നും പറയണ്ട, കീട്ടിലും ടേസ്റ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. എന്താണ് ട്വിസ്റ്റ്? ഈ ഉള്ളിത്തീയൽ വെച്ച് നമുക്ക് അത് ഒരു സീ ഫുഡ്, അതായത് ക്രാബ്, ഞണ്ട് ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ബാക്കി വന്നു വെച്ചാൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഓണത്തിനൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിക്കോ. ഇങ്ങനെ തന്നെ ഇതൊരു പൊളി ഡിഷ് തന്നെയായിരിക്കും, അടിപൊളി ഡിഷ് ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ആ വീഡിയോ കാണാം കേട്ടോ. ഞണ്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. അപ്പൊ വീണ്ടും ഓൺ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ഞണ്ട് നമ്മുടെ ഞണ്ട് നമുക്കിനി ഞണ്ട് ഈ തീയലിലേക്ക് ഇടാം. നമ്മുടെ തീയലുണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. നമുക്ക് ആ ഞണ്ടിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഞണ്ടിന്റെ ആ മസാലയും എല്ലാം അതിന്റെ മുകളിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഞണ്ട് ഇവിടെ കിടന്ന് തിളച്ച് മറയാണ് കേട്ടോ. ഇതിന്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം നന്നായിട്ട്. ഒന്ന് മറിച്ചൊക്കെ ഇട്ട് പിന്നെ നമുക്കൊരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കണം. നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ച് വീണ്ടും കുറച്ചുകൂടി നേരം കുക്ക് ചെയ്യാം. ഞണ്ടിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ടേ നിൽക്കാൻ പറ്റണില്ല കേട്ടോ ഇവിടെ. മറച്ചൊക്കെ നിന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകൂടി ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് വറുത്തെടുക്കാൻ നോക്കുന്നു. ഇവിടെ നമുക്ക് കവർ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റത്ത് നോക്കാം കേട്ടോ ഇങ്ങനെയുണ്ടെന്ന്. ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി നമുക്ക് നമ്മുടെ അതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടല്ല, തിക്കായിട്ടുണ്ട് ഗ്രേവി. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ക്രാബ് ഉള്ളിത്തീയലിട്ട് നമ്മൾ പിടിപ്പിച്ചില്ലേ, ആ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല ചൂടൻ ക്രാബ്. അപ്പൊ സൂക്ഷിക്കാം, കൈ പൊള്ളാണ്ട്. ഓക്കെ, ആ പരട്ടി ആ ടേസ്റ്റും ഉള്ളിത്തീയലിന്റെ ഒക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് നമ്മൾ ഗ്രേവി കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം.
അങ്ങനെ നമ്മൾ ഗ്രേവി ഒന്ന് പിടിച്ചോട്ടെ ഇങ്ങനെ ഉണ്ടെന്ന്. ആ കൊള്ളാലോ. കാരണം നമ്മളതൊരു ഇച്ചിരി പുളിയൊക്കെ ഇട്ടില്ലേ, അപ്പൊ ആ പുളിയും, കാരണം സീ ഫുഡിന് ഒരു പുളി വേണമല്ലോ, എന്നാലാണ് ആ ടേസ്റ്റ് വരുള്ളൂ. അതും പിന്നെ ആ ക്രാബിന്റെ ടേസ്റ്റ് ഇറങ്ങിയപ്പോ ഇത് വേറെ ലെവലുണ്ട്. പിന്നെ ആ തേങ്ങക്കൊത്ത്, കുഞ്ഞ് തേങ്ങക്കൊത്ത് കൊട്ടി കടിക്കുമ്പോ അത് വേറെ ലെവലിലേക്ക് പോകണം. നമുക്ക് ക്രാബ് ഒരു കടി കടിച്ച് നോക്കിയാലോ. ജ്യൂസി ക്രാബാണ് കേട്ടോ. ഓക്കെ, ടേസ്റ്റും ഒന്നും പറയാനില്ല. ഒന്ന് ഒടിച്ചു നോക്കാം. ഒട്ടിച്ചിട്ട് നോക്കി അത് എങ്ങനെ തിന്നണ്ടേ നോക്കിയേ. നമുക്ക് തന്നാലേ കടിച്ച് പൊട്ടിച്ചിട്ടേ. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറച്ചീനെ എടുക്കാം കേട്ടോ. ക്രാബിൻ്റെ ഇറച്ചി പുറത്തേക്ക് പോട്ടെ. ഇറച്ചി അതിൻ്റെ കൂടെ ആ പരട്ട്. ആ പെയിന്റ് തിന്നെ ആസ്വദിച്ച് തിന്നണം. എങ്ങനെ ആസ്വദിച്ച് തിന്നാൻ മാത്രം പോരട്ടാ. ആ സബ്സ്ക്രൈബ് ബട്ടണും ആ നോട്ടിഫിക്കേഷനും ഒന്ന് അമർത്തിയേക്കണേ.